ബേസിക്കലി പൈസ നമ്മളെ വെറി ചെയ്യിപ്പിക്കാത്തൊരു പോയിന്റാണത്, അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെന്നില്ല. നമ്മൾ പലരും ഒരു തിങ്കിങ് ആണ്, ബിസിനസ് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്. ഒരുപാട് പേര് ചിലർ പറയാറുണ്ട്. അതങ്ങനെയല്ല, നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ആ ചെയ്യുമ്പോഴൊന്നും നമ്മുടെ മെയിൻ മോട്ടീവ് ചിലപ്പോൾ പൈസ ആയിരിക്കണമെന്നില്ല. ഇത് ആണ് CFP പ്രൊഫഷണൽസിൻ്റെ ജസ്റ്റ് ഒരു ഡാറ്റയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അവയർനെസ് തരാൻ വേണ്ടി മാത്രമാണ്. 2500 നമ്പേഴ്സാണ് ഇന്ത്യയിൽ ആകെ ഉള്ളത്. ഇത് ഗ്ലോബലി വളരെ വലിയൊരു പ്രൊഫഷനാണ്. പേഴ്സണൽ ഫിനാൻസ് അഡ്വൈസറി എടുക്കേണ്ട ഒരു കാറ്റഗറിയാണ് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്രൊഫഷണൽസ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ ഈ കാറ്റഗറി വളരെ കുറവായതുകൊണ്ടും നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാത്തതുകൊണ്ടും ആരുടെ നിന്നാണ് നമ്മൾ പേഴ്സണൽ ഫിനാൻസ് അഡ്വൈസ് എടുക്കാറുള്ളത്. ഇനി ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, വഴിയെ പോയി ഫ്രീ ആയിട്ട് തരുന്ന ആരും, റൈറ്റ്? കാരണം പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ, അല്ലേ? ആരുടേത് കിട്ടിയാലും നമ്മൾ എടുക്കും. ഇതാണ് നമ്മുടെ പേഴ്സണൽ ഫിനാൻസ് ഡിസിഷൻസിൻ്റെ നെഗ്ലക്റ്റിങ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളൊരു വെൽത്തി ആവാത്തതെന്നുള്ളതിൻ്റെ ഫസ്റ്റ് റീസൺ ആണത്. നമ്മൾ ഒന്നുമില്ലെങ്കിൽ വഴിയെ പോകുന്ന എല്ലാവരും നമുക്ക് അഡ്വൈസ് തരും, രണ്ട് നമ്മളത് എല്ലാവരെയും നിന്നും എടുക്കും. ഞാൻ പലപ്പോഴും പല സ്ഥലത്തും പറയാറുള്ളതാണ്, നമ്മൾ ബേസിക്കലി ചെറുപ്പം തൊട്ടേ പഠിപ്പിക്കുന്നത് എന്താ? നന്നായി പഠിക്കണം, നന്നായി പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും, നല്ല മാർക്ക് കിട്ടിയാൽ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും. ജോലിക്ക് മുമ്പ് നല്ല കോളേജിൽ അഡ്മിഷൻ വേണം, നല്ല കോളേജിൽ അഡ്മിഷൻ വന്നാൽ നല്ല പ്ലേസ്മെൻറ്റ് കിട്ടും, അല്ലേ? ഇനി ബിസിനസ്സുകാരാണെങ്കിലോ സ്കെയിലപ്പ് ചെയ്യണം, ടേൺ ഓവർ കൂട്ടണം, പ്രോഫിറ്റ് കൂട്ടണം. എവരിബഡി ഈസ് ടീച്ചിങ് യു ഹൗ ടു മേക്ക് മണി, അല്ലേ? ഈ ഉണ്ടാക്കുന്ന പൈസേനെ എങ്ങനെ മാനേജ് ചെയ്യുന്ന ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? സോ പേഴ്സണൽ ഫിനാൻസിൽ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു പുസ്തകമാണിത്, സൈക്കോളജി ഓഫ് മണി. ദ വേൾഡ്സ് ബെസ്റ്റ് സെല്ലർ. എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ വൺസെങ്കിലും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഇയാൾ പറയുന്നത് വേറൊന്നുമല്ല, ഗെറ്റിംഗ് മണി ആൻഡ് കീപ്പിംഗ് മണി ആർ ടു ഡിഫറെൻറ്റ് സ്കിൽസ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ഗെറ്റിംഗ് മണി, വിച്ച് മീൻസ് ഹൗ ടു മേക്ക് മണി. പൈസ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഇത് ഒരുവിധം ആൾക്കാർ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരും അതിൽ ഗുഡാണ്. അപ്പം നിങ്ങളും അത് ഇഷ്ടംപോലെ പൈസ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നമ്മളെ വെൽത്തിലേക്കും അല്ലെങ്കിൽ അൾട്രാ വെൽത്തി ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ പാർട്ടും കൂടെ അവർ മാസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഹൗ ടു മാനേജ് ദ മണി. നമ്മൾ ഉണ്ടാക്കുന്ന ഈ പൈസ എഫിഷ്യൻ്റ്ലി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് യു ആർ ഗോയിങ് ടു ബി അൾട്രാ റിച്ച്, അല്ലെങ്കിൽ അൾട്രാ വെൽത്തി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊരു പോയിന്റിൽ നമ്മൾ എത്തുന്നത്, റൈറ്റ്? അല്ലാന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഒരു സൈഡിൽ കൂടെ നമ്മൾ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, നമുക്ക് മാനേജ് ചെയ്യാൻ അറിയില്ല, നമ്മൾ കുറേ ബ്ലണ്ടേഴ്സ് കാണിക്കും, അൾട്ടിമേറ്റ്ലി നമ്മൾ വീണ്ടും പൈസയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ എന്താ? ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് വെച്ചാൽ എന്താ, അല്ലേ? ബേസിക്കലി പൈസ നമ്മളെ വെറി ചെയ്യിപ്പിക്കാത്തൊരു പോയിന്റാണത്, അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെന്നില്ല. നമ്മൾ പലരും ഒരു തിങ്കിങ് ആണ്, ബിസിനസ് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്. ഒരുപാട് പേര് ചിലർ പറയാറുണ്ട്. അതങ്ങനെയല്ല, നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ആ ചെയ്യുമ്പോഴൊന്നും നമ്മുടെ മെയിൻ മോട്ടീവ് ചിലപ്പോൾ പൈസ ആയിരിക്കണമെന്നില്ല, അല്ലേ? ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നിങ്ങൾ ചെയ്യൂ, അല്ലേ? നമുക്ക് പറയാം. പക്ഷേ പല ആൾക്കാരും ചോദിക്കുമ്പോൾ പറയും പാഷനാണ് ഞാൻ ചെയ്യുന്നത്, അല്ലേ? കുറേ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ബേസിക് മോട്ടീവ് എന്നുള്ളത് പൈസ തന്നെയാണ്. ഒരു ചെറിയൊരു എക്സസൈസോട് ചെയ്ത് നമുക്കിത് തുടങ്ങാം. ഇതിനകത്ത് എഴുതേണ്ട എല്ലാം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ബിസിനസ് ആയിട്ട് മിക്സ് ചെയ്യരുത്. വാട്ട് ഈസ് യുവർ പേഴ്സണൽ ഇൻകം, വാട്ട് ഈസ് യുവർ പേഴ്സണൽ എക്സ്പെൻസ്, വാട്ട് ഈസ് യുവർ പേഴ്സണൽ സേവിങ്സ്. പിന്നെ അതിനകത്തുള്ളത് വാട്ട് ഈസ് യുവർ പേഴ്സണൽ ലയബിലിറ്റി, വാട്ട് ഈസ് യുവർ ലൈഫ് ഇൻഷുറൻസ് കവറേജ് യു ഹാവ്. ഇത് ചോദിക്കുമ്പോൾ ഒരുപാട് പേര് അടയ്ക്കുന്ന പ്രീമിയമാണ് എന്നോട് പറയാറുള്ളത്. പക്ഷേ നിങ്ങളവിടെ എഴുതേണ്ടത് വാട്ട് ഈസ് ദ ലൈഫ് ഇൻഷുറൻസ് കവറേജ് യു ഹാവ്, വാട്ട് ഈസ് ദ health insurance coverage you have, and any emergency fund you have. All these are personal details. The point I am trying to make is again, നമ്മളെല്ലാവരും ഹാർഡ് വർക്കിംഗ് ആണ്. സമയമില്ല. എന്താ കാരണം? ബിസിനസ് ചെയ്യണം. ബിസിനസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കണം, അല്ലേ? എന്തിനാണിത്? വരുന്ന പൈസയെ മാനേജ് ചെയ്യാൻ അറിയില്ല. എത്രയാണ് മാനേജ് ചെയ്യൽ പോട്ടെ, എത്രയാണെന്നറിയില്ല, എവിടെ നിന്ന് എവിടേക്കാണ് പോകേണ്ടതെന്ന് നമുക്കറിയില്ല, റൈറ്റ്? സോ ദിസ് ഈസ് വേർ വി സ്റ്റാൻഡ്. ഇനി ഞാനൊരു കണക്ക് പറയാം.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളിൽ പലരുടെയും അസറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ആയിരിക്കും. നിങ്ങളുടെ ടോട്ടൽ നെറ്റ്വർത്ത് അസ്യൂം ചെയ്യുക, നിങ്ങളുടെ ടോട്ടൽ ആസ്തി നമ്മുടെ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, അഗൈൻ ബിസിനസ് സെപ്പറേറ്റ് ആണ്, പേഴ്സണൽ സെപ്പറേറ്റ് ആണ്. നമ്മുടെ വീട്, നമ്മുടെ കാറ്, നമ്മുടെ കയ്യിലുള്ള ഗോൾഡ്, നമ്മുടെ കയ്യിലുള്ള FDs, നമ്മളുടെ കയ്യിലുള്ള ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ടോ ക്രിപ്റ്റോ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും എല്ലാം കൂടെ കൂട്ടി 100 എന്നാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഇക്വിറ്റിയാണ്, എത്ര പെർസെൻറ്റേജ് റിയൽ എസ്റ്റേറ്റ് ആണ്, എത്ര പെർസെൻറ്റ് ഗോൾഡ് ആണ്, എത്ര പെർസെൻറ്റ് FD ആണ്, എത്ര പെർസെൻറ്റേജ് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്? ഈ പെർസെൻറ്റേജ് ഏകദേശം റിയലിസ്റ്റിക് ആയിരിക്കും. ഇതാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു ഭൂരിഭാഗം ആൾക്കാരുടെ ആവറേജ്. 10% അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാം. പക്ഷെ ഇതിലെ ഫാക്ട് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കറിയാം, നമ്മളെല്ലാവരും ബിസിനസ്സുകാരാണ്. സോ ബിസിനസ്സാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ തരിക എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, റൈറ്റ്? എന്നാൽ നമ്മളെക്കാൾ നന്നായി ബിസിനസ് ചെയ്യാൻ അറിയുന്ന, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, പ്രൊഫഷണലി ബിസിനസ് റൺ ചെയ്യുന്ന, അതിനെയാണല്ലോ നമ്മൾ ഇക്വിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ എത്ര പെർസെൻറ്റേജ് ഓഫ് മണി ഇൻവെസ്റ്റഡ് ആണ്? 1%, 2%, 3%, റൈറ്റ്? ഇനി ഈവൻ അത് 5% ഇൻവെസ്റ്റഡ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് നമുക്ക് 20% റിട്ടേൺ കിട്ടിയെന്ന് അസ്യൂം ചെയ്യുക. സോ അവർ വെയ്റ്റഡ് ആവറേജ് റിട്ടേൺ വിൽ ബി 7%. കാരണം മാക്സിമം 95% മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ലോവർ റിട്ടേൺ കിട്ടുന്ന അസറ്റ്സിലാണ്, അല്ലേ? വെയ്റ്റഡ് ആവറേജ് ആണല്ലോ അവസാനം വരിക. 5% റിട്ടേൺ കിട്ടുന്നിടത്ത് നമ്മൾ 95 രൂപ ഇട്ടു, 20% റിട്ടേൺ കിട്ടുന്നിടത്ത് 5 രൂപ ഇട്ടു. സോ 100 രൂപയുടെ ആവറേജ് റിട്ടേൺ വിൽ ബി അറൌണ്ട് 7%, റൈറ്റ്? ഇനി വേറൊരാൾ, assume there is another guy, he has invested something like this. പക്ഷെ ആൾ കുറച്ചും കൂടെ കൺസർവേറ്റീവ് ആയിട്ട് മ്യൂച്വൽ ഫണ്ട് വഴി കുറച്ചും കൂടി സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. സോ ഈസ് ഓൺലി ഗെറ്റിംഗ് 15% റിട്ടേൺ ഓൺ ഹിസ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ്. ഇത് കുറച്ചും കൂടെ കൺസർവേറ്റീവ് അപ്രോച്ചാണ്. പക്ഷേ ലുക്ക് അറ്റ് ദ വെയ്റ്റഡ് ആവറേജ് റിട്ടേൺ. പ്യൂർലി ഇൻക്രീസിങ് ദ വെയ്റ്റ് അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് അല്ലെങ്കിൽ കൂടുതൽ പെർസെൻറ്റേജ് അലോക്കേറ്റ് ചെയ്യുന്ന വഴി ഓവറോൾ റിട്ടേൺസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റി. ഈ 2% തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഒന്ന് 7ഉം ഒന്ന് 10ഉം. നമ്മൾ നോക്കുമ്പോൾ ഒരു 3% ഡിഫറൻസ് ആണുള്ളത്. ഈ 3% പിന്നിൽ ഒരു വലിയ സ്റ്റോറി ഉണ്ട്. ഇന്ത്യയുടെ ആവറേജ് ഇൻഫ്ലേഷൻ എത്രയാണ്? എനിബഡി നോ വാട്ട് ഈസ് ആൻ ആവറേജ് ഇൻഫ്ലേഷൻ വി ഹാവ്? 7, അല്ലേ? അപ്പം നമ്മുടെ ടോട്ടൽ നെറ്റ്വർത്ത് 7 or 7 ബിലോ ആണെങ്കിൽ വി ആർ ഓൾവേസ് റണ്ണിങ് ബിഹൈൻഡ് ഇൻഫ്ലേഷൻ. ഇതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 5 വർഷം മുമ്പ് 10 വർഷം മുമ്പ് നമുക്ക് 5 ലക്ഷം രൂപ വരുമാനം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് 10 ലക്ഷം രൂപ വരുമാനം ഉണ്ട്, എന്നാലും സേവിങ്സ് ഇല്ല. റൈറ്റ് ഓർ റോങ്? കാരണം അന്നത്തെ ജീവിത ചെലവിനേക്കാൾ കൂടുതൽ ഇന്നത്തെ ജീവിത ചെലവുണ്ട്. ഇതാണ് ഇൻഫ്ലേഷൻ. 10 വർഷം മുമ്പ് പെട്രോളിന് 45 രൂപയായിരുന്നു, ഇന്ന് പെട്രോളിന് 107 രൂപയാണ്. 10 വർഷം മുമ്പ് ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ നന്നായിട്ടൊരു ഫാമിലിക്ക് ഡീസൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും. ലക്ഷറി ഇല്ലെങ്കിലും ഡീസൻ്റ്ലി ജീവിക്കാൻ പറ്റും. ഇന്ന് 50,000 ഉണ്ടെങ്കിൽ പറ്റുമോ? സോ ഇതാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ റിയാലിറ്റി. വേറൊന്നുമല്ല, നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് മാത്രമാണ്. നിങ്ങൾ പല ബിസിനസ്സുകാരുടെയും ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യുന്നത് പ്രൈസ് കൂടുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാത്തത്. കാരണം സാധനത്തിൻ്റെ പ്രൈസ് കൂടി, നിങ്ങൾ വാങ്ങുന്ന വിലയും കൂടി, വിൽക്കുന്ന വിലയും കൂടി, ടേൺ ഓവറും കൂടി. കാരണം ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ടോട്ടൽ വോളിയമാണ്. പക്ഷെ പ്രോഫിറ്റോ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം. കാരണം വാങ്ങുന്ന വില വിൽക്കുന്ന വിലയിനേക്കാൾ കൂടുതലായിട്ടാണ് കൂടുന്നത്. ഈ സാധനം നമ്മുടെ പേഴ്സണൽ ഫിനാൻസിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും നമ്മുടെ ഡിഫറൻസ് 3% ഉണ്ടെങ്കിൽ പോലും ആദ്യത്തെ ആൾ ഈസ് റണ്ണിങ് ബിഹൈൻഡ് ഇൻഫ്ലേഷൻ, രണ്ടാമത്തെ ആളോ ഇൻഫ്ലേഷൻ്റെ ഫ്രണ്ടിലാണ്. സോ ജസ്റ്റ് 3% ഡിഫറൻസ് അല്ലേ നമുക്കുള്ളൂ. നമ്മൾ നോർമലി ഇത് നെഗ്ലക്ട് ചെയ്ത് കളയും. 3% എന്നാണ്. ബട്ട് ലുക്ക് അറ്റ് ദ മാജിക്. ഇന്ന് 2 പേരുടെയിൽ 3 കോടി രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു അസംഷനാണ്, 3 കോടി രൂപ ഉണ്ട്. 2 പേരും വർഷത്തിൽ ഒരു 7-8 ലക്ഷം രൂപ ഏൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു അസംഷനിൽ ഈ 2 ഡിഫറൻസ് പെർസെൻറ്റേജ് മാത്രം പറയാം. സോ ഹി ഹാസ് ഇൻവെസ്റ്റഡ് ലൈക്ക് ദിസ്, ഹി ഹാസ് ഇൻവെസ്റ്റഡ് ലൈക്ക് ദിസ്. സോ എൻഡ് ഓഫ് ദ ഡേ ആഫ്റ്റർ 25 years, 2 പേര് ഇപ്പോഴത്തെ ഏജ് നെറ്റ്വർത്ത് അറ്റ് 40, 3 കോടി രൂപയാണ്. 65 വയസ്സാകുമ്പോൾ ആദ്യത്തെ ആളുടെ 22 കോടി രൂപ ഉണ്ടാവും, രണ്ടാമത്തെ ആളുടെ 45 കോടി രൂപ ഉണ്ടാവും.
ദിസ് ഈസ് വാട്ട് 3% ഡിഫറൻസ് ക്യാൻ ഡു. റണ്ണിങ് ബിഫോർ ഇൻഫ്ലേഷനും റണ്ണിങ് ആഫ്റ്റർ ഇൻഫ്ലേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇനി ഇതിൻ്റെ മോർ ഇൻട്രസ്റ്റിംഗ്ലി ഇന്നത്തെ 3 കോടി രൂപയുടെ ജീവിത ചെലവും അന്നത്തെ 21 കോടി രൂപയുടെ ജീവിത ചെലവും വെച്ച് നോക്കുമ്പോൾ ആഫ്റ്റർ 25 ഇയേഴ്സ് ആദ്യത്തെ ആളുടെ ലൈഫിൽ ഒരു ഡിഫറൻസും ഉണ്ടാവില്ല ലൈവിങ് സ്റ്റാൻഡേർഡ്. കണക്കിൽ നോക്കുമ്പോൾ 21 കോടി രൂപ ഉണ്ടാവും. പക്ഷേ 25 വർഷം കഴിഞ്ഞതായതുകൊണ്ട് അന്ന് വരാൻ പോകുന്ന ഇൻഫ്ലേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് മോർ ഓർ ലെസ് സെയിം ആയിരിക്കും. രണ്ടാമത്തെ ആൾക്ക് he can live comfortably. So this is the reason why we need to save and we need to separate both the finances. അല്ലെങ്കിൽ ജീവിതാവസാനം വരെയും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു എൻഡിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതിനൊരു സ്റ്റോപ്പ് വേണ്ടേ? അപ്പം അങ്ങനെ നമുക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തോടു കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി നമ്മൾ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുക. ബിസിനസ് പ്രോഫിറ്റിൻ്റെ ജോസ്വിൻ നേരത്തെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്ന പോലെ ഒരു പോർഷൻ റീഇൻവെസ്റ്റബിളിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ മാത്രം റീഇൻവെസ്റ്റ് ചെയ്യുക. റീഇൻവെസ്റ്റ്മെൻറ്റ് സ്യൂട്ടബിൾ അല്ലാത്ത ബിസിനസ് ആണെങ്കിൽ 100% മാറ്റി ഇൻവെസ്റ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ രണ്ട് റിസ്ക് നിങ്ങൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ബിസിനസ് എന്ന് പറഞ്ഞ സാധനം റിസ്ക് ആവും. ഏതെങ്കിലും ഒരു പോയിന്റിൽ റിസ്ക് വരും, ബിസിനസ് കൊളാപ്സ് ആവും. ഇത് രണ്ടും ഒന്നിച്ചാണെങ്കിൽ ബിസിനസ്സും കൊളാപ്സ് ആവും, പേഴ്സണൽ ഫിനാൻസും കൊളാപ്സ് ആവും. രണ്ടും രണ്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൊളാപ്സ് ആയാലും ഒന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവും, ബാക്കി ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഫ്യൂച്ചറെങ്കിലും നമുക്ക് സേഫ് ആക്കാം.